2024 ജനുവരി മാസം നടന്ന +2 മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലാബ് 42 ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അപ്പോൾ 42ാമത്തെ ലാബായ LPPയിൽ നിന്നും പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സോൾവ് ദി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം യൂസിങ് ജിയോജിബ്ര. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കൺസിഡർ ഓൺലി വൺ ഓഫ് ദി ഫോളോയിങ് ഹാവിങ് ടിക്ക് മാർക്ക്. ഇതിൽ ഈ 2 ഓപ്ഷൻസിൽ ഒരെണ്ണത്തിന് ടിക്ക് മാർക്ക് ഉണ്ടാവും, അത് മാത്രം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. മാക്സിമൈസ് z ഈക്വൽ ടു 2x - y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് 2x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു 2x - y ആണ്. അതിനെ മാക്സിമൈസ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് നൽകിയിരിക്കുന്ന കൺസ്ട്രെയിൻസ് 2x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആദ്യം ഈ കൺസ്ട്രെയിൻസ് ജിയോജിബ്ര വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ബാക്കി പണിയൊക്കെ നമ്മൾ തിയറി ക്ലാസ്സുകളിൽ പ്രോബ്ലം ചെയ്യുന്ന കണക്ക് തന്നെ. അപ്പോൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാനാണ് ഈ ടൈപ്പ് പ്രോബ്ലംസിൽ നമ്മൾ ജിയോജിബ്ര യൂസ് ചെയ്യുന്നത്. ഫീസിബിൾ റീജിയനും അതിൻ്റെ കോർണർ പോയിൻറ്റ്സും. അപ്പോൾ ഇവിടെ നോക്കുക, 3 കൺസ്ട്രെയിൻസ് മെയിനായിട്ടുണ്ട്. ഇത് ഓരോന്നും ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കൺസ്ട്രെയിൻസും കഴിഞ്ഞതിന് ശേഷം ആൻഡിൻ്റെ സിമ്പല് 2 തവണ എൻ്റർ ചെയ്യണം. അതിനുശേഷം അടുത്ത കൺസ്ട്രെയിൻറ്റ് വീണ്ടും 2 തവണ ആൻഡ് സിമ്പിള് അങ്ങനെ ചെയ്യുക. ഇനി ലാസ്റ്റത്തെ ഈ നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് എൻ്റർ ചെയ്യുമ്പോൾ ഇത് x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഇത് 2 എണ്ണം ഒരുമിച്ച് തന്നിരിക്കുന്നതാണ്. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെ 2 എണ്ണമാണ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, വിൻഡോയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇത് 2 ആയിട്ട് തന്നെ കൊടുക്കണം. ഇത് നമുക്ക് അവസാനം കൊടുത്തിരിക്കുന്നത് നോക്കുക. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വീണ്ടും 2 ആൻഡ് സിമ്പിൾ കൊടുക്കുന്നു, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ വേണം ഇത് ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ജിയോജിബ്ര വിൻഡോയുടെ ഇൻപുട്ട് ബാറിൽ ഇത് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ താഴെ ഇൻപുട്ട് ബാറിൽ ഓരോ കൺസ്ട്രെയിൻസ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നു. ആദ്യത്തേത് 2x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. 2x + y, സ്മോൾ ലെറ്റർ ആണ് വേണ്ടത്. 2x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ചെയ്യാനായിട്ട് ആദ്യം ഗ്രേറ്റർ ദാൻ്റെ സിമ്പിൾ ടൈപ്പ് ചെയ്യുക, ദെൻ ഈക്വൽ ടു കൊടുക്കുക. ഇങ്ങനെ വേണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ചെയ്യാൻ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇപ്പോൾ ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആൻഡ് സിമ്പിൾ കൊടുക്കുക, 2 തവണ കൊടുത്തു. അടുത്ത കൺസ്ട്രെയിൻറ്റ് കൊടുക്കുക, x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, x + 2y വീണ്ടും ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഈക്വൽ ടു 6. അടുത്ത കൺസ്ട്രെയിൻറ്റിന് മുമ്പായിട്ട് 2 ആൻഡ് സിമ്പിൾ കൊടുക്കുന്നു. വീണ്ടും x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് അടുത്തത്. x + y ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ ലെസ് ദാൻ സിമ്പിൾ കൊടുക്കുന്നു, ഈക്വൽ ടു 5. ഇനി നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് 2 എണ്ണം ഉണ്ട്, അപ്പോൾ 2 ആയിട്ട് തന്നെ കൊടുക്കണം. 2 തവണ ആൻഡ് സിമ്പിൾ കൊടുക്കുക. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പ് ചെയ്യാം. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വീണ്ടും 2 തവണ ആൻഡ് സിമ്പിൾ കൊടുക്കുന്നു. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ ഇത്രയും ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, നമുക്കിവിടെ ഷെയ്ഡ് ചെയ്തൊരു പോർഷൻ കാണാം. ഇതാണ് ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് വേണ്ട അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ആണ്. കോർണർ പോയിൻറ്റ്സ് കിട്ടാനായിട്ട് നോക്കുക, ഈ ഫീസിബിൾ റീജിയന് ഒരു പേര് കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. എ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്, എ. അപ്പോൾ ഈ എയുടെ കോർണർ പോയിൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മളിവിടെ കോർണർ എ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇൻപുട്ട് ബാറിൽ കോർണർ എ, സ്മോൾ ലെറ്റർ CORNER, കോർണർ എഴുതി ബ്രാക്കറ്റിൽ
ഇവിടെ നൽകിയിരിക്കുന്ന പേര് ഇവിടെ സ്മോൾ എ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്മോൾ എ കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സ് എല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കോർഡിനേറ്റ്സ് ഓൾജിബ്രയിലും ഉണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ തിയറി പ്രോബ്ലംസ് ചെയ്യുന്ന കണക്ക് തന്നെ ടേബിൾ വരച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സും അതിൻ്റെ കോർഡിനേറ്റ്സും ടേബിൾ വരച്ച് എൻ്റർ ചെയ്യാം. ഇത് കണക്കൊരു ടേബിൾ എടുക്കുക, ടേബിൾ വരയ്ക്കുക. ദെൻ എ എഴുതി ബ്രാക്കറ്റിൽ അതിൻ്റെ കോർഡിനേറ്റ്സ്, എയുടെ കോർഡിനേറ്റ്സ് 2 2 ആണ്. 2 ഇത് നമ്മൾ പേപ്പറിൽ ചെയ്യേണ്ട കാര്യമാണ്, ആൻസർ ഷീറ്റിൽ എഴുതേണ്ടതാണ്. അതുപോലെ ബിയുടെ കോർഡിനേറ്റ്സ് 1 4. ദെൻ സിയുടെ കോർഡിനേറ്റ്സ് 4 1 ആണ്. ദെൻ വാല്യൂ ഓഫ് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ പോയിന്റിലും ഇസഡിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ എക്സ് കോർഡിനേറ്റ്, എയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റും 2 ആണ്. ഈ ഇസഡ് ഈക്വൽ ടു 2x - y എന്ന ഇക്വേഷനിൽ എക്സിന് പകരം ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കൊടുക്കുക, വൈക്ക് പകരം വൈ കോർഡിനേറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇത് 2 × 2, 2x എന്ന് പറയുമ്പോൾ 2 × 2 -2 എന്ന് വരും. 2 2 4, 4ൽ നിന്ന് 2 കുറച്ച് 2 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ വാല്യൂ 2 ആണ് കിട്ടുക. ഓർക്കുക, എയുടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും അത് 2 ഉം 2 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം 2 കൊടുക്കുന്നു, വൈക്ക് പകരം 2 കൊടുക്കുന്നു. എക്സിന് 2 കൊടുക്കുമ്പോൾ 2 × 2 വരും, അത് 4. അതിൽ നിന്ന് 2 കുറയ്ക്കുന്നു, 4ൽ നിന്ന് 2 കുറച്ച് 2. അടുത്ത B14, അവിടെ സെഡിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എക്സിന് 1 കൊടുക്കണം, വൈക്ക് 4 കൊടുക്കണം. അപ്പോൾ 2 1 2 -4 എന്ന് വരും. 2ൽ നിന്ന് 4 കുറച്ചാൽ -2 വരും, -2. ഇനി അടുത്ത സി എന്ന പോയിന്റിൽ ഇസഡിൻ്റെ വാല്യൂ ആണ്. നോക്കുക, സിയിൽ നമുക്ക് എക്സിന് 4ഉം വൈക്ക് 1ഉം കൊടുക്കണം. എക്സിന് 4 കൊടുത്താൽ 2 4 8 വരും. 8ൽ നിന്ന് 1 കുറയ്ക്കുക, 8ൽ നിന്ന് 1 കുറച്ചാൽ 7. അപ്പോൾ C41 അവിടെ 2 4 8 -1 7 വരും. അപ്പോൾ ഇതിനകത്തെ ക്വസ്റ്റ്യൻ നോക്കുക, മാക്സിമൈസ് എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ കാണണം, അതെവിടെയാണെന്ന് എഴുതണം. അപ്പോൾ മാക്സിമം വാല്യൂ 7 ആണ്. അത് സംഭവിച്ചിരിക്കുന്നത് C41ലാണ്. അപ്പോൾ നമുക്ക് എഴുതുക, maximum value of Z is എത്രയാണ്? 7 ആണ്. is 7 at എവിടാണ്? C41. C കോർഡിനേറ്റ്സ് ആണ് പ്രധാനമായിട്ടും ഇവിടെ വേണ്ടത്. 41. അപ്പോൾ ഇത്രയും എഴുതിയാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെയും ആൻസർ കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. മാക്സിമൈസ് Z = 2x - 3y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് 2x + 7y > or = 21, 3x - 2y > or = -6, x + y <= 8, x, y > 0. അപ്പോൾ നമുക്ക് ഈ കൺസ്ട്രെയിൻസ് എൻ്റർ ചെയ്ത് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാം. അപ്പോൾ ജിയോജിബ്ര വിൻഡോ എടുത്ത് അതിലാദ്യത്തെ കൺസ്ട്രെയിൻറ്റ് 2x + 7y > or = 21 ആണ്. 2x + 7y > or = അപ്പോൾ > 21. അടുത്ത കൺസ്ട്രെയിന് മുമ്പായിട്ട് 2 ആൻഡ് സിമ്പിൾ കൊടുക്കുക. ദെൻ അടുത്ത കൺസ്ട്രെയിൻറ്റ് 3x - 2y > or = -6 ആണ്. 3x - 2y > -6. വീണ്ടും ആൻഡ് സിമ്പിൾ 2 തവണ. x + y <= 8.
ലെസ് ദാൻ ഈക്വൽ ടു 8. ഇനി രണ്ട് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് കൊടുക്കണം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഫീസിബിൾ റീജിയൻ റെഡി ആയിട്ടുണ്ട്. അതിന് പേര് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട കമാൻഡ് കോർണർ എ എന്നാണ്. കോർണർ ബ്രാക്കറ്റിൽ ആ പേര് എ എൻ്റർ കീ കൊടുക്കുക. ദെൻ നമുക്കിവിടെ പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. നോക്കുക, ഇവിടെ കൂടുതൽ പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അത് ഈ എയിൽ നോക്കുക 3 പോയിൻ്റായിട്ട് ഒരേ പോയിൻ്റ് തന്നെ 3 പേരിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ACE എല്ലാത്തിൻ്റെയും കോർഡിനേറ്റ്സ് നോക്കുക 0, 3 എന്നാണ്. നമുക്ക് തൽക്കാലം എ എന്ന പോയിൻ്റ് മാത്രം പരിഗണിക്കുക. ഇവിടെ ABD ഈ 3 പോയിൻറ്റ്സ്. അപ്പോൾ ഈ 3 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഈ 3 പോയിൻറ്റ്സിലെയും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ABD ടേബിൾ ഉണ്ടാക്കുക. ഇത് ആൻസർ ഷീറ്റ് ചെയ്യണം. അപ്പോൾ 3 പോയിൻറ്റ്സ്, ഒന്ന് എ ആണ്. എയുടെ കോർഡിനേറ്റ്സ് 0, 3. അടുത്തത് ബി ആണ്. ബിയുടെ കോർഡിനേറ്റ്സ് 7, 1 ആണ്. ബി 7, 1. അടുത്തത് ഡി ആണ്. ഡിയുടെ കോർഡിനേറ്റ്സ് 2, 6. ഡി 2, 6. അപ്പോൾ കോർഡിനേറ്റ്സ് ഒക്കെ എഴുതി കഴിഞ്ഞു. ഇനി ഓരോ പോയിന്റിലും ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എയിലെ ഇസഡിൻ്റെ വാല്യൂ കാണാനായിട്ട് എക്സിന് 0യും വൈക്ക് 3യും കൊടുക്കുക. അപ്പോൾ 2 ഗുണം 0 എത്രയാണ്? 0 വരും. 0 മൈനസ് 3 × 3 9, അതായത് -9 വരും. -9. അടുത്ത് ബിയിലെ ഇസഡിൻ്റെ വാല്യൂ കാണാനായിട്ട് എക്സിന് 7ഉം വൈക്ക് 1ഉം കൊടുക്കണം. അപ്പോൾ എക്സിന് 7 കൊടുക്കുമ്പോൾ 2 ഗുണം 7 14, വൈക്ക് 1 കൊടുത്താൽ 3 ഗുണം 1 3, 14ൽ നിന്ന് 3 കുറച്ചാൽ 11. അടുത്ത് ഡിയിൽ എക്സിന് 2ഉം വൈക്ക് 6ഉമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ 2 2 4, വൈക്ക് 6 കൊടുക്കുമ്പോൾ 3 ഗുണം 6 18, 4 മൈനസ് 18 എന്ന് വരും. 4ൽ നിന്ന് 18 കുറച്ചാൽ -14. അപ്പോൾ ഇവിടെ മാക്സിമം വാല്യൂ, ഹയസ്റ്റ് വാല്യൂ 11 ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഈസ് 11 അറ്റ് B71. നമുക്ക് ആൻസർ എഴുതാം. മാക്സിമം അറ്റ് B71. കോർഡിനേറ്റ്സ് മസ്റ്റായിട്ട് എഴുതണം. അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അത് മറ്റൊരു ടൈപ്പാണ്. കൺസിഡർ ഓൺലി വൺ ഓഫ് ദി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഹാവിൻ ടിക്ക് മാർക്ക്. ഇവിടെയും 2 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ടിക്ക് മാർക്ക് ഉള്ളവരെണ്ണം ചെയ്താൽ മതി എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് ഈക്വൽ ടു 3x + y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, x + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് ഈക്വൽ ടു 3x + y ആണ്. 4 കൺസ്ട്രെയിൻസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇൻപുട്ട് കമാൻഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഉപയോഗിച്ച് നമുക്ക് ആദ്യം കൺസ്ട്രക്ട് ദി ഫീസിബിൾ റീജിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫീസിബിൾ റീജിയൻ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഈ കൺസ്ട്രെയിൻസ് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് എൻ്റർ ചെയ്യണം. കൂടാതെ ഓരോ കൺസ്ട്രെയിൻസിനും ഇടയ്ക്ക് 2 ആൻഡ് സിമ്പിൾ കൊടുക്കുക, അവയെ പരസ്പരം യോജിപ്പിക്കാനായിട്ട്. ഇവിടെ താഴെ അതിൻ്റെ കമാൻഡ് നൽകിയിട്ടുണ്ട്. കമാൻഡ് നൽകിയിട്ടില്ലെങ്കിലും 2 ആൻഡ് സിമ്പിളുകൾ ചേർത്ത് ഇവയെ യോജിപ്പിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ജിയോജിബ്ര വിൻഡോ എടുത്ത് ഈ കൺസ്ട്രെയിൻസ് ഓരോന്നായിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് ആദ്യത്തേത്. നോക്കുക, ഇൻപുട്ട് ബാറിൽ
എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ആദ്യം ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഈക്വൽ ടു 3. ഇനി അടുത്ത കൺസ്ട്രെയിൻറ്റ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ആൻഡ് സിമ്പിളുകൾ കൊടുക്കുക. ഇനി അടുത്ത എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5. വീണ്ടും ആൻഡ് സിമ്പിൾ 2 തവണ. അടുത്ത കൺസ്ട്രെയിൻറ്റ് എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6. വീണ്ടും ആൻഡ് സിമ്പിൾ 2 തവണ. അടുത്തത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, നമുക്ക് ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇതൊരു അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആണ്. നോക്കുക, ഇതിൻ്റെ ഈ സൈഡിൽ ബൗണ്ടറി ഇല്ല. ദെൻ നമുക്കിവിടെ ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ഒന്ന് കണ്ടുപിടിക്കാം. കോർണർ പോയിൻറ്റ്സും കൂടെ കാണാം. അതിനായിട്ട് കോർണർ നോക്കുക, ഇവിടെ ഫീസിബിൾ റീജിയന് പേര് തന്നിരിക്കുന്നത് എ എന്നാണ്. അപ്പോൾ കോർണർ എ എന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി. കോർണർ എ 3 പോയിൻറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എ ബി സി അതിൻ്റെ കോർഡിനേറ്റ്സ് ഓൾജിബ്രയിലും ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം. നോക്കുക, ക്രിയേറ്റ് എ സ്ലൈഡർ സി വിത്ത് മിനിമം 0, മാക്സിമം 100 ആൻഡ് ഇൻക്രിമെൻറ്റ് 1. അപ്പോൾ നമുക്കൊരു സ്ലൈഡർ ഉണ്ടാക്കണം. അതിൻ്റെ മിനിമം വാല്യൂ 0, മാക്സിമം 100, ഇൻക്രിമെൻറ്റ് 1. നമുക്ക് സ്ലൈഡർ ഉണ്ടാക്കാം. സ്ലൈഡറിൻ്റെ ടൂള് ഈ സെക്കൻഡ് ലാസ്റ്റ് ടൂൾ ബോക്സിലെ ആദ്യത്തത്. ദെൻ ഈ ഭാഗത്തുണ്ടാക്കുന്നു. സി എന്നാണ് പേര്. അപ്പോൾ പേര് മാറ്റി കൊടുക്കുക. സി മിനിമം വാല്യൂ 0 ആണ്. മിനിമം 0, മാക്സിമം 100 കൊടുക്കുക. ഇൻക്രിമെൻറ്റ് 1. ഓക്കെ കൊടുക്കുക. ദെൻ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ടൂൾ നമുക്ക് മാറ്റിയേക്കാം. മൂവ് ടൂളിലേക്ക് പോവാം. ദെൻ ക്വസ്റ്റിൻ്റെ ബാക്കി, ഡ്രോ ദി ലൈൻ 3x പ്ലസ് വൈ ഈക്വൽ ടു സി. 3x പ്ലസ് വൈ ഈക്വൽ ടു സി എന്ന ലൈൻ വരയ്ക്കണം. അപ്പോൾ ലൈൻ വരയ്ക്കാനായിട്ട് നമ്മളിവിടെ ഇൻപുട്ട് ബാറിൽ ആ ഇക്വേഷൻ എൻ്റർ ചെയ്താൽ മതി. 3x പ്ലസ് വൈ ഈക്വൽ ടു സി. ദെൻ നമ്മുടെ ലൈൻ വന്നു കഴിഞ്ഞു. ഈ ബ്ലാക്ക് ലൈനാണ് അത്. ഇവിടെ അതിൻ്റെ ഇക്വേഷൻ വന്നിട്ടുണ്ട് 3x പ്ലസ് വൈ ഈക്വൽ ടു 1. കാരണം നിലവിൽ സിയുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് 3x പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് വന്നത്. ദെൻ ക്വസ്റ്റിൻ്റെ ബാക്കി നോക്കാം. നൗ യൂസ് ദി ലൈൻ ടു ഫൈൻഡ് ദി മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇഫ് എക്സിസ്റ്റ്. ഇനിയിപ്പോൾ ഈ ലൈൻ ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് ഈക്വൽ ടു 3x പ്ലസ് വൈ ആണ്. അതിൻ്റെ മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഉണ്ടെങ്കിൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ലൈനാണ് ഉപയോഗിക്കേണ്ടത്. ഈ ലൈനിൻ്റെ ഇക്വേഷനും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കുക, ഇസഡ് ഈക്വൽ ടു 3x പ്ലസ് വൈ. ഇവിടെ ലൈനിൻ്റെ ഇക്വേഷൻ 3x പ്ലസ് വൈ ഈക്വൽ ടു സി. രണ്ടിടത്തും 3x പ്ലസ് വൈ ആണ്. ഒരിടത്ത് അത് ഈക്വൽ ടു ഇസഡ് എന്നും ഒരിടത്ത് ഈക്വൽ ടു സി എന്നും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇസഡിൻ്റെ അതേ വാല്യൂ തന്നെയാണ് സിക്കും കിട്ടുക, അല്ലെങ്കിൽ സിയുടെ അതേ വാല്യൂ തന്നെയായിരിക്കും ഇസഡിനും. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഉപയോഗിച്ച് ഇതിൻ്റെ മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ലൈൻ ഉപയോഗിച്ച് ഓരോ പോയിന്റിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കും, ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അതായത് ഈ ലൈനിലെ ഒരു പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടാനായിട്ട് സിയുടെ വാല്യൂ നോക്കിയാൽ മതി. ലൈനിലെ ഒരു പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടാൻ സിയുടെ വാല്യൂ നോക്കിയാൽ മതി. കാരണം സി ഈക്വൽ ടു 3x പ്ലസ് വൈ എന്നാണ്. ഇത് തന്നെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും, ഇസഡ് ഈക്വൽ ടു 3x പ്ലസ് വൈ. അപ്പോൾ ഓർത്തിരിക്കുക, ലൈനിലെ ഒരു പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടാൻ സിയുടെ വാല്യൂ നോക്കിയാൽ മതി. ആ സിയുടെ വാല്യൂ തന്നെയായിരിക്കും ആ പോയിന്റിലെ ഇസഡിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കിനി എങ്ങനെ ലൈൻ ഉപയോഗിച്ച് ഇതിൻ്റെ മിനിമം മാക്സിമവും ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നിലവിൽ ലൈൻ നമ്മുടെ ഫീസിബിൾ റീജിയനിൽ കയറിയിട്ടില്ല. നമുക്ക് സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ലൈൻ ഫീസിബിൾ റീജിയനിലേക്ക് കൊണ്ടുവരിക.
നോക്കുക, ഇപ്പോൾ ഫീസിബിൾ റീജിയനിലെ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഫീസിബിൾ റീജിയനിലെ ഒരു പോയിന്റിൽ കൂടി ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പോയിന്റിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടാൻ ഇപ്പോൾ സിയുടെ വാല്യൂ എത്രയെന്ന് നോക്കിയാൽ മതി. കാരണം ഇപ്പോൾ ഈ ലൈനിലെ ഒരു പോയിൻ്റാണ് എ. ഫീസിബിൾ റീജിയനിലെ ഒരു പോയിൻ്റ് തന്നെയാണ്, അതോടൊപ്പം ഈ ലൈനിലെ ഒരു പോയിൻറ്റുമാണ്. അപ്പോൾ ഈ പോയിന്റിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ഈ സിയുടെ വാല്യൂ സെയിം ആയിരിക്കും. അതായത് എ എന്ന പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടുത്തെ സിയുടെ വാല്യൂ 11 ആയിരിക്കും. അപ്പോൾ എയിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ 11 ആണ്. അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ സി ഒന്ന് കൂട്ടിക്കൊടുക്കുക. നോക്കുക, ഇപ്പോൾ നോക്കുക, ഈ ലൈനിൽ ബി ഉൾപ്പെടുന്ന കുറേ പോയിൻറ്റ്സ് ഈ ലൈനിലുണ്ട്. ഫീസിബിൾ റീജിയനിലെ കുറേയേറെ പോയിൻറ്റ്സ് ഈ ലൈനിലുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സിൻ്റെ എല്ലാം, ഈ ലൈനിലെ പോയിൻറ്റ്സിൻ്റെ എല്ലാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിയുടെ വാല്യൂ ആണ്. എത്രയാണ്? 13. അതായത് ബിയിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ 13 ആണ്. ബി കൂടാതെ ഈ ഭാഗത്തെ പോയിൻറ്റ്സിൻ്റെ എല്ലാം, ഈ ലൈനിലെ ഈ ഭാഗത്ത് വരുന്ന പോയിൻറ്റ്സിൻ്റെ എല്ലാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ 13 ആണ്. ഇനി നമുക്ക് സ്ലൈഡർ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് നോക്കാം. നോക്കുക, ഇപ്പോൾ ഈ ഫീസിബിൾ റീജിയനും ലൈനിനും കോമൺ ആയിട്ട് കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള പോയിൻറ്റ്സ് ഈ ഫീസിബിൾ റീജിയനും ലൈനും കോമൺ ആണ്. അപ്പോൾ ഈ പോയിൻറ്റ്സിലെല്ലാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിയുടെ വാല്യൂ ആയിരിക്കും, 15 ആയിരിക്കും. നോക്കുക, അപ്പോൾ നമ്മൾ ഈ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ലൈൻ വലത്തോട്ട് നീക്കും തോറും സിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ പോയിൻറ്റ്സിലെല്ലാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഇപ്പോൾ നോക്കുക, ഈ ലൈനിനും ഫീസിബിൾ റീജിയനും കോമൺ ആയിട്ട് കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റ്സിലെല്ലാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിയുടെ വാല്യൂ 24 ആയിരിക്കും. അങ്ങനെ നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഒരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. നോക്കുക, സിക്ക് നമ്മൾ ഒരു പരമാവധി വാല്യൂ ആയിട്ട് 100 കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 100 കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് നമുക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഒരു പരമാവധി വാല്യൂ ഇവിടെ ഇല്ല, അതായത് മാക്സിമം വാല്യൂ ഇല്ല. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കണ്ട ഏറ്റവും കുറഞ്ഞ വാല്യൂ ഈ എയിൽ ആയിരുന്നു. എയിലെ വാല്യൂ എത്രയാണ്? എയിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കാണാൻ എയിൽ കൂടി ലൈൻ കടന്നു പോകുമ്പോൾ ഉള്ള സിയുടെ വാല്യൂ നോക്കിയാൽ മതി. അതായത് 11. ഇതാണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതിന് നോ മാക്സിമം വാല്യൂ ആണ്. അതുപോലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. അത് എ എന്ന പോയിന്റിൽ, A32 എന്ന പോയിന്റിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എത്ര എഴുതിയാൽ മതി? നോ മാക്സിമം വാല്യൂ. ഇനി മിനിമം വാല്യൂ എഴുതണം. മിനിമം വാല്യൂ ഓഫ് Z ഈസ് 11 അറ്റ് ഏത് പോയിന്റിലാണ്? എ എന്ന പോയിന്റിലായിരുന്നു. എയുടെ കോർഡിനേറ്റ്സ് എഴുതണം. അറ്റ് എ ബ്രാക്കറ്റിൽ എൻ്റെ കോർഡിനേറ്റ്സ് A32. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ലൈൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ലൈനിനെ ഫീസിബിൾ റീജിയനിൽ കൊണ്ടുവരിക. അപ്പോൾ ആ ലൈനിനും ഫീസിബിൾ റീജിയനും കോമൺ ആയ പോയിൻറ്റ്സിലെല്ലാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോഴത്തെ സിയുടെ വാല്യൂ ആണ്. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ കോമൺ പോയിൻ്റ് എ ആണ്. ലൈനിനും ഫീസിബിൾ റീജിയനും കോമൺ ആയിട്ട് വരുന്ന ആദ്യത്തെ പോയിൻ്റ് എ ആണ്. ഈ എയിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ അപ്പോഴത്തെ സിയുടെ വാല്യൂ ആയ 11 ആണ്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വാല്യൂ. പിന്നീട് ലൈനിനെ ഫീസിബിൾ റീജിയനിലൂടെ ചലിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എല്ലാം ഈ 11-നേക്കാൾ കൂടിയ വാല്യൂ ആണ്. അത് മാത്രമല്ല, അതിനൊരു മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റിന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നോ മാക്സിമം വാല്യൂ ആണ്. അതുപോലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. അത് കിട്ടിയത് എ എന്ന പോയിന്റിലുമാണ്. നമുക്കിങ്ങനെ ആൻസർ എഴുതാം. നോ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ ഓഫ് Z ഈസ് 11 അറ്റ് A32. ഇനി നമുക്കിതിലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം.
ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു 3x മൈനസ് വൈ സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, 2x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, 5x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15, x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ഇൻപുട്ട് കമാൻഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്റ്റ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് ഉപയോഗിച്ച് നമുക്ക് ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്റ്റ് ചെയ്യാം. എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. നമുക്ക് ജിയോജബ്ര വിൻഡോയിൽ ടൈപ്പ് ചെയ്യാം എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 10. അടുത്ത കൺസ്ട്രെയിൻറ്റ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ആൻഡ് സിമ്പിളുകൾ കൊടുക്കുന്നു. അടുത്ത 2x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. 2x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ലെസ് ദാൻ ടൈപ്പ് ചെയ്യുന്നു, ഈക്വൽ ടു 0. അടുത്ത കൺസ്ട്രെയിൻറ്റിന് മുമ്പായിട്ട് 2 ആൻഡ് സിമ്പിളുകൾ. അടുത്ത 5x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. 5x മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ലെസ് ദാൻ ഈക്വൽ ടു 15. ഇനി എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അതിന് രണ്ടായിട്ട് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ആൻഡ് സിമ്പിളുകൾ കൊടുക്കുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ടൈപ്പ് ചെയ്യാം. വീണ്ടും 2 ആൻഡ് സിമ്പിളുകൾ. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഫീസിബിൾ റീജിയൻ ആയി എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫീസിബിൾ റീജിയൻ. നമുക്കിതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ആവശ്യമുണ്ട്. അതുകൊണ്ട് കോർണർ പോയിൻറ്റ്സ് കൂടെ എടുക്കാം. അതിനായിട്ട് കോർണർ എ എന്ന കമാൻഡ് കൊടുക്കുക. കോർണർ ബ്രാക്കറ്റിൽ എ എന്ന് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ കോർണർ പോയിൻറ്റ്സ് എ ബി സി 3 കോർണർ പോയിൻറ്റ്സ് വിസിബിളാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ ഓൾജിബ്രയിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? നേരത്തെ ഇത് കണക്ക് തന്നെ ക്രിയേറ്റ് എ സ്ലൈഡർ സി വിത്ത് മിനിമം -10, മാക്സിമം 100 ആൻഡ് ഇൻക്രിമെൻറ്റ് 1. ഇവിടെ മിനിമം വാല്യൂ -10 ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സ്ലൈഡറിൻ്റെ പേരും മാറ്റി കൊടുക്കണം, സി എന്നാണ്. സ്ലൈഡറിൻ്റെ ടൂൾ എടുക്കുക. നമുക്ക് ഈ ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യാം. പേര് സി എന്നാക്കുക. മിനിമം -10 ആക്കുക. മാക്സിമം 100, ഇൻക്രിമെൻറ്റ് 1. ഓക്കെ കൊടുക്കുക. സ്ലൈഡർ ആയി കഴിഞ്ഞു. ദെൻ എന്ത് ചെയ്യണം? ഡ്രോ ദി ലൈൻ 3x മൈനസ് വൈ ഈക്വൽ ടു സി. 3x മൈനസ് വൈ ഈക്വൽ ടു സി. ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുക 3x മൈനസ് വൈ ഈക്വൽ ടു സി. ദെൻ ലൈൻ വന്നു കഴിഞ്ഞു. ക്യാൻസൽ കൊടുത്ത് ടൂള് മാറ്റിയിടാം. ലൈനിൻ്റെ ഇക്വേഷൻ ഇതാണ്. നോക്കുക, സിയുടെ വാല്യൂ 1 ആയതുകൊണ്ടാണ് 3x മൈനസ് വൈ ഈക്വൽ ടു 1 എന്ന് വന്നത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സിയുടെ വാല്യൂ അനുസരിച്ചായിരിക്കും ഈ ലൈനിൻ്റെ ഇക്വേഷൻ വരിക. 3x മൈനസ് വൈ ഈക്വൽ ടു 9. ഇപ്പോൾ സി 9 ആയതുകൊണ്ട്. ദെൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ക്വസ്റ്റിൻ്റെ ബാക്കി നോക്കാം. Now use the line to find the minimum and maximum values of the objective function if exist. അപ്പോൾ ഈ ലൈൻ ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷനും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ നോക്കുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു 3x മൈനസ് വൈ ആണ്. ലൈനിൻ്റെ ഇക്വേഷൻ 3x മൈനസ് വൈ ഈക്വൽ ടു സി. രണ്ടും 3x മൈനസ് വൈ തന്നെയാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ 3x മൈനസ് വൈ ഈക്വൽ ടു z എന്ന് നൽകിയിരിക്കുന്നു. ലൈനിൻ്റെ ഇക്വേഷനിൽ 3x മൈനസ് വൈ ഈക്വൽ ടു സി എന്ന് നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫീസിബിൾ റീജിയനും ഈ ലൈനിനും കോമൺ ആയ പോയിൻറ്റ്സിൽ സിയുടെ വാല്യൂവും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഫീസിബിൾ റീജിയനിലും ലൈനിനും കോമൺ ആയ പോയിൻറ്റ്സിൽ സിയുടെ വാല്യൂവും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും. അപ്പോൾ ഫീസിബിൾ റീജിയനിൽ ഏതെങ്കിലും പോയിൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്
ആ പോയിന്റിലേക്ക് നമ്മൾ ലൈൻ കൊണ്ടുവന്നിട്ട് അപ്പോഴത്തെ സിയുടെ വാല്യൂ നോക്കിയാൽ മതി. അപ്പോൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ നമുക്ക് ചെയ്യാം. നോക്കുക, നിലവിൽ ഇപ്പോൾ സി ഈക്വൽ ടു 9 ആണ് നടക്കുന്നത്. ഇപ്പോൾ ലൈൻ ഫീസിബിൾ റീജിയനിൽ കയറിയിട്ടില്ല. നമുക്ക് സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ലൈനിനെ ഫീസിബിൾ റീജിയനിലേക്ക് കൊണ്ടുവരാം. സ്ലൈഡർ വാല്യൂ കുറയ്ക്കണം. നോക്കുക, ഇപ്പോൾ ലൈൻ ഫീസിബിൾ റീജിയനിൽ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സി എന്ന പോയിന്റിൽ, ഫീസിബിൾ റീജിയനിലെ സി എന്ന പോയിന്റിൽ കൂടാണ് ഈ ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ സി ഈ ലൈനിനും ഫീസിബിൾ റീജിയനും കോമൺ ആയൊരു പോയിൻ്റാണ്. അപ്പോൾ ഈ പോയിന്റിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്മോൾ സിയുടെ വാല്യൂ ആണ്, സ്ലൈഡർ സിയുടെ വാല്യൂ, അതായത് 5. അപ്പോൾ സി എന്ന പോയിന്റിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ 5 ആണ്. ഇനി നമുക്ക് സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ലൈനിനെ നമുക്ക് ഫീസിബിൾ റീജിയനിലേക്ക് കൂടുതൽ പ്രവേശിപ്പിക്കാം. നോക്കുക, ഇപ്പോൾ കൂടുതൽ പോയിൻറ്റ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ലൈനിനും ഫീസിബിൾ റീജിയനും കോമൺ ആയ പോയിൻറ്റ്സ് ധാരാളമുണ്ട്. ഈ ഭാഗത്തെയൊക്കെ പോയിൻറ്റ്സിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിയുടെ വാല്യൂ ആയ 4 ആണ്. അപ്പോൾ നോക്കുക, വാല്യൂ കുറഞ്ഞു വന്നു. ഇവിടെ 5 ആയിരുന്നു സിയുടെ വാല്യൂ, അത് കുറയുകയാണ് ചെയ്യുന്നത്. വീണ്ടും നോക്കുക, ഇപ്പോൾ എ എന്ന പോയിന്റിലും അതുപോലെ വേറെ ധാരാളം പോയിൻറ്റ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നോക്കുക, ഈ ലൈനിലെ പോയിൻറ്റ്സിലെല്ലാം സിയുടെ വാല്യൂ 2 ആണ്. അതായത് ഈ ലൈനിലെ പോയിൻറ്റ്സിലെല്ലാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നോക്കുക, ഈ ഭാഗത്തോട്ടെല്ലാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ഇപ്പോൾ -1 ആണ്. അത് കുറഞ്ഞു വരികയാണ്. അങ്ങനെ കുറഞ്ഞ് ഇത് അൺബൗണ്ടഡ് ആയിട്ട് പോവുകയാണ്. അൺബൗണ്ടഡ് ആയതുകൊണ്ട് ഇതിങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഒരു മിനിമം വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ സിക്ക് സ്ലൈഡറിന് മിനിമം വാല്യൂ -10 എന്നൊരു പരിധി വെച്ചുകൊണ്ട് നമുക്ക് ഇവിടം വരെ മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ പരിധി വെച്ചില്ലായിരുന്നെങ്കിൽ ഇത് കൂടുതൽ പുറകോട്ട് മാറ്റാമായിരുന്നു. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ അതിനനുസരിച്ച് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂവും കുറഞ്ഞു വരും. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഒരു മിനിമം വാല്യൂ ഇല്ല. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് കണ്ട ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ, അതായത് സിയുടെ ഏറ്റവും കൂടിയ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഈ പോയിന്റിൽ, ഈ C510 എന്ന പോയിന്റിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഏറ്റവും കൂടിയ വാല്യൂ കിട്ടിയത്. അപ്പോൾ ഈ ഫീസിബിൾ റീജിയനിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഈ സി എന്ന പോയിന്റിലാണ്. ആ പോയിന്റിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്ലൈഡർ സിയുടെ വാല്യൂ 5. അപ്പോൾ മാക്സിമം വാല്യൂ 5 ആണ് അറ്റ് C510, നോ മിനിമം വാല്യൂ. അതാണ് ആൻസർ. നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. മാക്സിമം വാല്യൂ ഓഫ് Z ഈസ് 5 അറ്റ്, ആ പോയിന്റിൻ്റെ പേര് സി എന്നായിരുന്നു. അതിൻ്റെ കോർഡിനേറ്റ്സ് ഓൾജിബ്രായി നോക്കുക, 510, 5,10. ഇനി മിനിമം വാല്യൂ ഇല്ല, നോ മിനിമം വാല്യൂ. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതിയാവും. ഇപ്പോൾ LPP എന്ന ലാബിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി.